കണക്കുകൾ കൂട്ടിയും കിഴിച്ചും പരിശോധിക്കുകയാണ് മുന്നണികൾ. 78.3% ഇത്തവണ സംസ്ഥാനത്ത് പോൾ ചെയ്ത വോട്ട് ശതമാനം. കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിലെ സംസ്ഥാനത്തുണ്ടായ ഏറ്റവും മികച്ച പോളിംഗ് ആണിത്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ 80.54% സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും മികച്ച പോളിംഗ്. SIR-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കണക്കുകൾ ആർക്കനുകൂലമാകുമെന്ന ആകാംക്ഷയും ഇത്തവണയുണ്ട്. എന്ത് സംഭവിക്കും? ടി വി പ്രസാദ് ചേരുന്നു. പ്രസാദ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ അല്ലേ? മെയ് 4-ന് വോട്ട് എണ്ണുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കുമെന്നുള്ള ഏറ്റവും വലിയ ആകാംക്ഷ. അതിപ്പോൾ ഈ വോട്ട് ശതമാനം കൂടിയത് ഒരു ചരിത്രത്തിലെ തന്നെ അടയാളപ്പെടുത്തേണ്ട കാര്യമായി മാറിയിരിക്കുകയാണ്. 87-ന് ശേഷം ഇത്രയും വലിയ ഒരു പോളിംഗ് നടന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു 3.5 പതിറ്റാണ്ടിന് ഇടയിൽ എന്ന് പറയാവുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കാരണങ്ങളായി പലതും വിലയിരുത്തപ്പെടുന്നു, പ്രത്യേകിച്ച് SIR. ഇനി മറ്റ് രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതും വിലയിരുത്തപ്പെടേണ്ടതാണ്. അപ്പോൾ നിലവിലെ ഈ പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച അതെന്തിന്റെ സൂചനയാണ് പ്രസാദ്? റോഷ്നി പറഞ്ഞതുപോലെ മെയ് 4-ാം തീയതിയാണ് ആ ദിനം. പക്ഷേ അതിനു മുന്നിൽ ഈ കണക്ക് കൂട്ടുക എന്നുള്ളത് പൊതുവിൽ എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉള്ള രീതിയാണ്. UDF ആയിരിക്കുമോ അതോ LDF ആയിരിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. BJP എത്ര സീറ്റുകൾ പിടിക്കും എന്നുള്ളതും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഇത്തവണ വോട്ടിംഗ് ശതമാനം ഉയർന്നു എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആ ഉയർന്ന ശതമാനം അങ്ങനെ തന്നെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും വലിയ മാറ്റം പല മണ്ഡലങ്ങളിലും പ്രകടമാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ നിയമമൊക്കെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഏതാണ്ട് 14% വ്യത്യാസമാണ് ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ വന്നത് എന്നുള്ളതാണ്. അത് എന്തിനോ വേണ്ടിയുള്ളതാണ് എന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ പ്രത്യേകത എടുത്താൽ ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഏതാണ്ട് 50%-ലധികം പോളിംഗ് നടന്നു എന്നുള്ളതും ഒരു സൂചനയായിട്ട് തന്നെയാണ് രാഷ്ട്രീയ വിശകലനം വരുന്നത്. അത് പ്രധാനമായും രണ്ടായിട്ട് അതിനെ തിരിക്കാം റോഷ്നി. ഒന്ന്, തുടർഭരണത്തിന് വേണ്ടി ആളുകൾ ഓടി വന്ന് വോട്ട് ചെയ്തു എന്നുള്ളത്. രണ്ടാമത്തേത്, ആ ഭരണത്തിൽ നിന്ന് നിലവിലുള്ള സർക്കാരിനെ മാറ്റാൻ വേണ്ടിയുള്ള തിരക്ക് അതിലേതാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമുള്ളത്. അതിൽ LDF പറയുന്നത് ആ വികസന കേരളത്തിന് വേണ്ടി ഒരു തരംഗമുണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് LDF-ന്റെ ഭരണം തുടരും എന്നുള്ളതാണ് LDF പറയുന്നതെങ്കിൽ അതല്ല ശരി. 100 സീറ്റിലധികം കിട്ടി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് UDF പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാവുകയാണ്, എന്തോ ഒന്ന് കരുതിക്കൂട്ടി ചിന്തിച്ചുകൊണ്ടുള്ള ഒരു വോട്ട് ചെയ്യൽ അത് വോട്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് തന്നെയാണ്. എത്രയും വേഗം പോയി വോട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഒരു ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. പ്രചാരണത്തിൻ്റെ കോലാഹലം വോട്ടർമാരിലേക്ക് എത്തിയിട്ടുണ്ട്. അതെങ്ങോട്ടേക്കാണ് എന്ന് കൃത്യമായി അറിയാൻ നമുക്ക് 4 വരെ കാത്തിരുന്നേ പറ്റൂ. അതുവരെ നമുക്ക് ഇതുപോലെ വിശകലനങ്ങൾ നടത്താം. അതെ, എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. എന്തായാലും പുതിയ ഒരു സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനായി ബൂത്തുകളിലേക്ക് ഒഴുകിയ ജനങ്ങൾ അതൊരു വലിയ കണക്കായിരുന്നു. പോളിംഗ് ശതമാനത്തിലെ ഉയർച്ച ഏത് തരത്തിലായിരിക്കും വോട്ടെണ്ണലിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് ഏറ്റവും വാശിയോടെയും ഒക്കെ മുന്നണികളടക്കം നമ്മളൊക്കെയും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. എന്താണ് മുന്നണികളുടെ അവകാശവാദം? പ്രത്യേകിച്ച് ഈ പോളിംഗ് ശതമാനം ഉയർന്ന സാഹചര്യത്തിൽ ഉറച്ച വിജയപ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും അത് UDF-ന് അനുകൂല തരംഗമാകുമെന്നുമാണ് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നത്. നേതാക്കളുടെ വാക്കുകളിലും ആത്മവിശ്വാസം പ്രകടമാണ്. സംസ്ഥാനത്താകെ UDF തരംഗമുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDF-ന് 100 സീറ്റ് കിട്ടുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും തെരഞ്ഞെടുപ്പിന് ശേഷം ആത്മവിശ്വാസം വർദ്ധിച്ചുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിക്കുന്നു. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും പ്രകടിപ്പിക്കുകയാണ്. ആ പ്രതികരണങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. പോളിംഗ് ശതമാനം കൂടിയത് നമ്മളും നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് തുടക്കം മുതലേ തന്നെ വിജയപ്രതീക്ഷയുണ്ട്. എറണാകുളം ജില്ലയിലും മലപ്പുറം ജില്ലയിലും പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഈ 4 ജില്ലകളിലും വയനാടുണ്ടാവും 43 സീറ്റ്. 5 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഡീല് മുകളിലുള്ള നേതാക്കന്മാർ നടത്തിയ ഡീലാണ്. താഴെയുള്ള പ്രവർത്തകരത് പൊളിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം.
100 സീറ്റ് തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്, അത് കൃത്യമായിട്ടും കിട്ടും. അതിന്റെ ഒരു ചലനങ്ങളാണ് ഇന്നത്തെ പോളിംഗ് ദിവസം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. വി ആർ വെരി കോൺഫിഡന്റ്. എല്ലാ വിഭാഗത്തിന്റെയും വോട്ടുകൾ ഞങ്ങൾക്ക് ഏകീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നത് പരാജയം ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ അതിന് വേറെ റീസൺ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴേ തുടങ്ങിയതിന്റെ സൂചനയാണത്, അല്ലാതെ ഒന്നുമല്ല. എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. റിസൾട്ടിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് UDF കേരളത്തിൽ ശക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. പേരാവൂരിലും തെരഞ്ഞെടുപ്പ് ഫലം UDFന് പൂർണ്ണമായും അനുകൂലമായിരിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം തികഞ്ഞ ആത്മവിശ്വാസം. മോശം വരില്ല. എനിക്ക് ഇതുവരെ കിട്ടിയ ഭൂരിപക്ഷത്തിൽ ഏറ്റവും മുൻപിലുള്ള ഭൂരിപക്ഷമായിരിക്കും പ്രാവശ്യം. ടോട്ടലി ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 100 സീറ്റെന്ന് പറഞ്ഞിട്ടുണ്ട്. പറയാനിടയില്ല. ആത്മവിശ്വാസം കൂടുകയായിരുന്നു. എല്ലാ അർത്ഥത്തിലും ആത്മവിശ്വാസം കൂടും. ട്രെൻഡ് എല്ലാവരും വർത്തമാനം UDFന് അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. അതുപോലെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റിലും പ്രതീക്ഷയാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ പ്രകടമാണല്ലോ. സതീശൻ പറഞ്ഞ കണക്കിലേക്ക് തന്നെ എത്തും. അത് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ തോന്നൽ. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, UDF ക്യാമ്പിന്റെ പ്രതികരണങ്ങൾ ഓരോന്നായി കേൾക്കുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നേതാക്കളെല്ലാം. 100-ൽ കൂടുതൽ സീറ്റുകൾ എന്നുമൊക്കെ പ്രതികരണങ്ങൾ വരുന്നു. ഈ രാഷ്ട്രീയ വനവാസം എന്ന പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം അത് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണെന്ന് KPCC അധ്യക്ഷൻ പറയുന്നു. KC വേണുഗോപാലിന്റെ ആത്മവിശ്വാസവും ഒക്കെ കണ്ടു. അപ്പോൾ ഈ പോളിംഗ് ശതമാനത്തിലെ ഉയർച്ചയടക്കം എത്തരത്തിൽ സ്വാധീനിക്കുമെന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്? ഈ ഘട്ടത്തിൽ അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ് റോഷിപാൽ? റോഷ്നി, സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് UDF നേതൃത്വത്തിന്. മാത്രവുമല്ല, മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകോപിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് UDFന് അനുകൂലമായിട്ടാണ് ഈ വോട്ട് ഏകോപനമുണ്ടായത്. അതാണ് ഈ വിജയ പ്രതീക്ഷയുടെ പിന്നിലുള്ളത്. മാത്രമല്ല, ഈ തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പ്രാഥമികമായി ശേഖരിച്ച കണക്കുകൾ പ്രകാരം 88 സീറ്റുകളിൽ ഉറപ്പായും UDF വിജയിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മാത്രമല്ല, 88 മുതൽ 100 സീറ്റ് വരെയാണ് UDF ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം വിജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാത്രി 8:30 ഓൺലൈനിൽ നിയമസഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ യോഗം ചേരുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ്. KC വേണുഗോപാലും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ മണ്ഡലത്തിൽ പ്രതിഫലിച്ച വികാരം എന്താണെന്ന് കൃത്യമായി സ്ഥാനാർത്ഥികൾ തന്നെ നേതൃത്വത്തെ ധരിപ്പിക്കും. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചെത്തും എന്ന് തന്നെയാണ് അവകാശവാദം. അങ്ങനെയുള്ള കണക്കുകളാണ് പോളിംഗ് ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്നതെന്ന് പറയുന്നു. പോളിംഗ് ബൂത്തുകളിൽ നിന്നും ശേഖരിച്ച കണക്കുകൾ അതാത് നിയോജക മണ്ഡലം കമ്മിറ്റികൾ നേരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ കൈമാറി. ആ കണക്കുകൾ വെച്ചുകൊണ്ടാണ് 88 മുതൽ 100 സീറ്റ് വരെ വിജയിക്കുമെന്ന അവകാശവാദം കോൺഗ്രസ് നേതൃത്വം പുലർത്തുന്നത്. LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം എത്രത്തോളമാണെന്നുള്ളതും നിർണായകമാണ്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ഉറപ്പിച്ചു പറയുകയാണ് LDF. മുന്നണി മികച്ച വിജയം നേടുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. ഫലം വന്നതിന് ശേഷം പിണറായി തന്നെയാണോ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വോട്ടുകൾ ലഭിച്ചതായി മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. UDF ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരു രീതി തുടർച്ചയായി കളവ് പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരവും ജനങ്ങളിൽ നിന്നുണ്ടായില്ല. സോഷ്യൽ മീഡിയ ആണെങ്കിൽ അങ്ങേയറ്റത്തെ ജനവിരുദ്ധ നിലപാടുകൾ ഉയർത്താനാണ് ശ്രമിച്ചത്. സ്ഥാനാർത്ഥികളെ പോലും വ്യക്തിപരമായി ആക്ഷേപിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമം നടത്തുകയുണ്ടായി. ജില്ലകളിൽ നിന്നും ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് LDFന് വളരെ നല്ല പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു വിജയം തന്നെ ഉണ്ടാവും എന്നാണ്. അതായത് ഭരണ തുടർച്ച. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് സെഞ്ചുറി തികയ്ക്കാനാണ് ചുരുങ്ങിയത്. അതിന് മുകളിലേക്ക് പോകണമെന്ന തരത്തിലാണ്. ആരാണ് സർക്കാരിനെ നയിക്കാൻ പോകുന്നത്? ഞങ്ങൾ ആ കാര്യം തീരുമാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞാൽ ഉടനെയാണ്. ഇവിടെ 5 കൊല്ലം MLA എന്നുള്ള നിലയിൽ നടത്തിയ വികസന പ്രവർത്തനവും ജനങ്ങൾക്കൊപ്പം നിന്നതും വോട്ടായി മാറും. അത് 100% ഉറച്ച കാര്യമാണ്. പൊതുവെ മതനിരപേക്ഷ വോട്ടർമാരിൽ ഇടതുപക്ഷ ഗവൺമെന്റിന് അനുകൂലമാണ് എന്നാണ് പൊതുവെ കരുതാൻ സാധിക്കുന്നത്. സ്റ്റേറ്റിൽ LDF മികച്ച വിജയമുണ്ടാകും. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഈ വോട്ടെടുപ്പിന് ശേഷവും
ഭരണ തുടർച്ചയെന്ന അവകാശവാദത്തിൽ നിന്ന് LDF ക്യാമ്പ് നേതാക്കൾ ഒരിഞ്ച് പോലും പിന്നോട്ടില്ല അല്ലേ? ഭരണവിരുദ്ധ വികാരം എന്ന് ഈ ഘട്ടത്തിലും UDF ഒക്കെ ആവർത്തിച്ചു പറയുമ്പോൾ CPIM-ന്റെ LDF-ന്റെ ഒക്കെ പ്രതീക്ഷ എന്താണ്? ഈ പോളിംഗ് ശതമാനത്തെയൊക്കെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്? റോഷ്നി, വോട്ടെടുപ്പിന് മുമ്പുണ്ടായിരുന്ന അത്ര വലിയ പ്രതീക്ഷ വോട്ടെടുപ്പിന് ശേഷം LDF-ന്റെ CPIM-ന്റെ നേതാക്കൾക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. MA ബേബി പറഞ്ഞതുപോലെ 100 സീറ്റ് ലക്ഷ്യം വെച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ 110 സീറ്റ് എന്ന നമ്പർ വരെ പറഞ്ഞിരുന്നു. അത് മന്ത്രിസഭയിലും അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ വോട്ടെടുപ്പിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 80 സീറ്റ് എന്ന കണക്കിലേക്ക് CPM-ന്റെ പല നേതാക്കളോടും നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും UDF അവകാശപ്പെടുന്നത് പോലെ ചില ജില്ലകളിൽ എറണാകുളം, വയനാട്, ഇടുക്കി, മലപ്പുറം, പത്തനംതിട്ട പോലുള്ള ജില്ലകളിൽ മുഴുവൻ സീറ്റുകളിലും തോൽക്കും എന്ന UDF-ന്റെ ആത്മവിശ്വാസത്തിനൊന്നും ഒരടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് LDF നേതാക്കൾ അതാത് ജില്ലകളിൽ നിന്ന് പ്രാഥമികമായ കണക്കെടുത്തതിന് ശേഷം വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലൊന്നും ഒരത്ഭുതവും സംഭവിക്കില്ല. LDF-നൊപ്പം നിൽക്കുന്ന വോട്ടർമാർ അങ്ങനെ തന്നെ നിൽക്കും എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇന്നും നാളെയുമായി മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും ചേർന്ന് ഓരോ മണ്ഡലത്തിലെയും കണക്ക് സംസ്ഥാന നേതൃത്വത്തിൽ നൽകും. മറ്റന്നാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരിക്കും വിശദമായ ഒരു വിശകലനം ഉണ്ടാവുക. ഒരു ഗുണം അവർ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് N ബ്ലോക്കായി UDF-ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഒരു പകുതിയോളം തിരിച്ചു വന്നു എന്ന ആത്മവിശ്വാസം കൂടി പ്രകടിപ്പിച്ചിട്ടാണ് ഭരണ തുടർച്ച ഉണ്ടാകും എന്ന അവകാശവാദം LDF-ന്റെയും CPIM-ന്റെ നേതാക്കൾ നടത്തുന്നത്. ഓക്കെ, നിലവിലെ LDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ, ആത്മവിശ്വാസം, അതാണ് റഹീസ് റഷീദ് പങ്കുവച്ചത്. മറ്റൊന്ന് NDA. സംസ്ഥാനത്തെ വിസ്മയക്കുതിപ്പ് ഉണ്ടാകുമെന്നാണ് NDA ക്യാമ്പ് കരുതുന്നത്. നേമവും കഴക്കൂട്ടവും പാലക്കാടും മഞ്ചേശ്വരവും ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ വിജയം ഉറപ്പെന്ന് BJP പ്രതീക്ഷിക്കുന്നു. BJP നിർണായക ശക്തിയാകുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. BJPയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. NDA മുന്നോട്ട് വെച്ച പോസിറ്റീവ് ക്യാമ്പയിൻ ജനം സ്വീകരിച്ചെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ഞാൻ സാമാന്യ ബുദ്ധിയോട് പറയാണ്, ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാണ്. ടേൺ ഔട്ട് ഞാൻ ആദ്യം മുതൽ പറയുന്ന ടേൺ ഔട്ട് കാണുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഇത് നിർണായകമായ ഇലക്ഷനാക്കി മാറ്റാൻ അങ്ങനെ അതുകൊണ്ടാണ് എല്ലാ ടേൺ ഔട്ടും. ആ ടേൺ ഔട്ടിൻ്റെ എന്തായിരിക്കും ഇഫക്റ്റ് അത് നമുക്ക് മെയ് 4 കാണാം. അഭിലാഷ്, സംസ്ഥാനത്ത് ഒരു ത്രിശങ്കു സഭ വരുമെന്നും BJP അതിൽ നിർണായകമായിട്ടുള്ള വിജയം നേടുമെന്നൊക്കെയുള്ള പ്രതീക്ഷയാണ് NDA ക്യാമ്പിനുള്ളത്. ഈ വോട്ടെടുപ്പിന് ശേഷം ആ ക്യാമ്പിൽ നിന്നുള്ള ആത്മവിശ്വാസം എന്താണ്? രോഷ്നി, വലിയ തരത്തിൽ ആത്മവിശ്വാസം BJP നേതാക്കൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും ഗൗരവമായി കാണേണ്ടുന്ന കാര്യം ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ആ വിരുദ്ധ വികാരത്തിന്റെ ഗുണഭോക്താക്കൾ UDF മാത്രമായിരിക്കില്ല, NDAക്ക് കൂടി അതിലൊരു പങ്ക് ലഭിക്കുമെന്ന് തന്നെ അവർ അവകാശപ്പെടുന്നു. അത്തരത്തിൽ വരികയാണെങ്കിൽ 5 മുതൽ 10 സീറ്റുകൾ വരെ BJPക്ക് NDA സഖ്യത്തിന് കേരളത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നേമം, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ പാലക്കാട്, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിജയം സുനിശ്ചിതമാണ് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ പാലക്കാടുണ്ടായ വോട്ടിന് കോഴ തുടങ്ങിയ ആരോപണങ്ങളൊന്നും പാർട്ടിയെ ബാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഡീൽ ആരോപണങ്ങളടക്കം പാർട്ടിയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 32 A ക്ലാസ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ അവർ നിർവചിച്ചിരിക്കുന്നത്. അത് 60 സീറ്റുകളായി ഉയർന്നു വരും. അതായത് 2031 വരുമ്പോൾ 60 സീറ്റുകളിലെങ്കിലും BJP നിർണായക ശക്തിയായി മാറുമെന്നുമുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള 32 സീറ്റുകളിലും നിർണായക ശക്തിയായി ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ മാറാനുള്ള സാധ്യത തന്നെയാണ് അവർ വിലയിരുത്തുകയും ചെയ്തത്. വോട്ടിംഗ് ശതമാനത്തിലടക്കം വലിയ തരത്തിൽ മുന്നേറ്റം അവർക്കുണ്ടാക്കാൻ കഴിയും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ത്രിശങ്കു സഭ വരികയാണെങ്കിൽ അവിടെയും നിർണായകമായ റോൾ വഹിക്കാൻ BJPക്കും NDA സഖ്യത്തിനും കഴിയുമെന്ന് തന്നെയാണ് ചില നേതാക്കൾ നമ്മോട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തത്. അതായത് BJPയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പായി തന്നെ ഇതിനെ കാണുന്നു. അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്തത്. ശരി, അപ്പോൾ 3 മുന്നണികളുടെയും
അവകാശവാദങ്ങൾ, ആത്മവിശ്വാസം, പ്രതീക്ഷകളൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഭരണ തുടർച്ചയെന്ന LDF ക്യാമ്പിന്റെ പ്രതീക്ഷ, അതുപോലെ 100-100-ലധികമോ സീറ്റുകൾ നേടി അധികാരത്തിലെത്തുമെന്ന UDF ക്യാമ്പിന്റെ പ്രതീക്ഷ, സംസ്ഥാനത്ത് ഒരു നിർണായക ശക്തിയായി നിർണായക വിജയം ഉണ്ടാക്കുമെന്നുള്ള BJP NDA ക്യാമ്പിന്റെ പ്രതീക്ഷകളൊക്കെ